ഇറാൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ലോകരാജ്യങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇറാൻ ഇടച്ചിലാണ്. ഇപ്പോൾ വീണ്ടും ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകളുമായിട്ട് തങ്ങൾ സഹകരിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് കാരണമായത് UN സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനമാണ്. വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനായിട്ട് അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇറാന്റെ ഈ നീക്കം. അല്ല, ഇറാൻ അങ്ങനെ തീരുമാനിക്കുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മുൻപ് അവർ ആണവോർജ പരിശോധനയ്ക്ക് സഹകരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് അവർക്കെതിരെ ഉയർത്തിയിരുന്ന വിരോധങ്ങളെല്ലാം നീക്കം ചെയ്യുകയും സാധാരണ രീതിയിൽ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുകയും ചെയ്തിരുന്നു. പിന്നീട് നമുക്കറിയാം, ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനുമായിട്ടൊക്കെ രൂക്ഷമായിട്ടുള്ള സൈന്യാക്രമണങ്ങളൊക്കെ നടന്നു. രണ്ടും നല്ല ശക്തികളാണ് എന്ന് പരസ്പരം ഏറ്റുവാങ്ങിയ പരിക്കുകൊണ്ട് തിരിച്ചറിഞ്ഞ് അവർ പിൻവാങ്ങി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കാം എന്ന ഇസ്രായേലിൻ്റെ വ്യാമോഹം പൊലിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നുവെച്ചാൽ ഇറാൻ വളരെ ശക്തമായിട്ട് അതിൻ്റെ ആണവ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ നിയന്ത്രണ സമിതിക്ക് അവരുടെ ആണവോർജ നിലയങ്ങൾ പരിശോധിക്കാനായിട്ട് അവർ അവസരം നൽകാൻ തയ്യാറായിരുന്നു. അതായിരുന്നു സഹകരണം എന്ന് പറയും. ആ സഹകരണം ഇപ്പം നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ആണവോർജ്ജത്തെ ഉപയോഗിക്കുക, ആറ്റം ബോംബ് നിർമ്മിക്കുക, അത് പ്രയോഗിക്കുക എന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രം വന്നാൽ അത് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ലോക സമാധാനത്തിന് തന്നെ അത് വലിയ ഉടക്കാണ്. അതുകൊണ്ടാണ് ലോകം ഞെട്ടുന്നത്. എന്നാൽ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇറാൻ വരുന്നതിന് സഹായകരമായി തീർന്നത് ഫ്രാൻസിൻ്റെയും അതുപോലെ ജർമ്മനിയുടെ നീക്കങ്ങളാണ് എന്നതാണ് പ്രശ്നം. കാരണം ഇവരുണ്ടാക്കി വെച്ചിരുന്ന സഹകരണ സംവിധാനത്തിനകത്ത് അവരൊരു പൊളിച്ചെഴുത്ത് നടത്തി. ആ പൊളിച്ചെഴുത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇറാനെതിരെ വീണ്ടും ഉപരോധം സൃഷ്ടിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കും. വീണ്ടും ഉപരോധവുമായിട്ട് വരുന്ന സമയത്ത് ഇറാൻ പറയുന്നത് എന്താണ്? ഇത് ഇസ്രയേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്ന ഗൂഢാലോചനത്തിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവനും ലംഘിക്കുന്നതും അതേപോലെ തന്നെ ലോക നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇനി ഞങ്ങളുടെ ആണവോർജ നിലയങ്ങൾ പരിശോധിക്കാനായിട്ട് സമിതി അനുവദിക്കുകയും ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ അഭിപ്രായം പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം റഷ്യ പറയുന്നത്, എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ മര്യാദഘട്ട രീതിയിൽ ഫ്രാൻസും ജർമ്മനിയും ഈ കാര്യത്തിൽ ഇടപെട്ടത്? ഇത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തിനാണ് അത് തിരിച്ചുകൊണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇപ്പോൾ അമേരിക്കയുടെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതി എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരമാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതിന് പകരമായി ഇറാനെതിരെ ഉപരോധങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഓഗസ്റ്റിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്നാപ്ബാക്ക് സംവിധാനം വീണ്ടും സജീവമാക്കി. ഇത് കരാർ പ്രകാരം മരവിപ്പിച്ച ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ 19 UN സുരക്ഷാ കൗൺസിലിൽ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അതിനുവേണ്ടി വോട്ട് ചെയ്തു. നടപടികൾ സെപ്റ്റംബർ 28 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇറാൻ ആണവ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന് പറയുന്നത്. ഇറാൻ ഇത് നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനെ പോലൊരു രാജ്യം ആണവോർജ ഏജൻസിയുമായി സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ഭീതിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളത് നമുക്കറിയാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് അനുകൂലിച്ചല്ല, ഇസ്രായേലിനോട് അനുകൂലിച്ചുമല്ല. അതിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെല്ലാം. ഇസ്രായേലിനെതിരെ ഡയറക്റ്റ് പറയുന്ന രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭിന്നത പോലും നിലനിൽക്കെ ഒരു വീണ്ടും വിചാരമില്ലാതെയല്ലേ ഈ ഒരു പ്രഖ്യാപനം ഇവർ നടത്തുന്നത്? അല്ല, അവർ ഒരു സമ്മർദ്ദ തന്ത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ സ്നാപ്ബാക്ക് എന്ന് പറയുന്ന ആ സംവിധാനത്തെ സജീവമാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പരിക്കേൽക്കുന്നത് കൂടുതലും ഇറാനാണ് എന്ന് ഇറാൻ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇറാനെ എതിരെ ഉപരോധം കൊണ്ടുവരാനായിട്ട് ഉള്ള ഉപാധികളായത് മാറുകയാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ
വീണ്ടും ഞങ്ങൾക്കെതിരെ ഉപരോധം കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ സഹകരിക്കില്ല എന്ന് പറയും. ശരിയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റ അഭിപ്രായത്തിലേക്ക് വേണ്ടി വന്നേക്കാം, ഇറാനെതിരെ തിരിഞ്ഞേക്കാം. അത് ഇറാന് വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എല്ലാ രാഷ്ട്രങ്ങളും ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇറാനുണ്ടായിരിക്കാം. അങ്ങനെ വീണ്ടും തങ്ങൾക്കെതിരെ വരാൻ പോകുന്നതായി എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ ഇത് സംഭവിക്കും. അത് തടയാൻ വേണ്ടിയിട്ടാണ്, അത് തങ്ങൾക്കെതിരെ വരുന്നതായിട്ടുള്ള എല്ലാ ഉപരോധങ്ങളെയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടത്. സർവ്വ രീതിയിലും പരിശോധിച്ചാൽ ഒരു നാഥനില്ലാത്ത രീതിയിൽ ഉള്ള അന്താരാഷ്ട്ര നിയമപ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് തോന്നിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അമേരിക്കയ്ക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നു, ഇറാന് ഇഷ്ടമുള്ള കാര്യം ഇറാനും ചെയ്യുന്നു. അങ്ങനെ വരികയാണ് എന്നുവെച്ചാൽ ആർക്കും എന്തും ചെയ്യാം എന്ന നിലക്ക് ലോക വ്യവസ്ഥ മാറിയാൽ ലോകത്തിൻ്റെ കാര്യം കഷ്ടം തന്നെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടതരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, അതേപോലെ തന്നെ ഇസ്രായേലിന് ഇഷ്ടമില്ലാത്ത എല്ലാ രാഷ്ട്രങ്ങളെ ആക്രമിക്കും. ഒരാൾക്കെതിരെയല്ല. ഗാസയിലെ പലസ്തീനിൽ മാത്രമല്ല അവരുടെ ആക്രമണം. അവർ ഖത്തറെ ആക്രമിക്കുന്നു, ഇറാനെ ആക്രമിക്കുന്നു, അതേപോലെ തന്നെ യമനെ ആക്രമിക്കുന്നു, സിറിയ, പല സ്ഥലങ്ങളിലേക്ക് അവർ അക്രമം അഴിച്ചുവിടുകയാണ്. ആർക്കും എവിടെയും അക്രമം നടത്താം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരിക്കലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാൻ്റെ ഈ പ്രഖ്യാപനം ലോകത്തിന് ഗുണമല്ല എന്നുള്ളതാണ്. കാരണം തങ്ങളുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാനായിട്ട് ആണവ നിർവ്യാപന സമിതികളെയൊക്കെ സമ്മതിക്കാതിരിക്കുക എന്ന് ഇറാൻ പറയുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളും പറയും ഇങ്ങോട്ടും വരണ്ടാരും. അങ്ങനെ വരുമ്പോൾ ഇത് ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിലേക്കല്ലേ പോകുന്നത്. അതൊരു ഗുണകരമായിട്ടുള്ള സംവിധാനമാണ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് സാധാരണ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. ഇറാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർത്തു പോവുകയാണ്. കാരണം അവർ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയുമായി സഹകരിച്ചു പോന്നിരുന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇറാൻ പറയുന്നു ഇനി ഞങ്ങൾ സഹകരിക്കുന്നില്ല. മാത്രവുമല്ല ഞങ്ങൾ മറ്റൊരു ആണവ സമ്പുഷ്ടീകരണ നിലയം, അതായത് മൂന്നാമത്തെയോ നാലാമത്തെയോ ഒരു നിലയം കൂടി സ്ഥാപിക്കാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം പോലും നടത്തി. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് സത്യത്തിൽ അവിടെ ആക്രമണം ഉണ്ടാകാൻ പോലും കാരണമായത് എന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇത് ഇറാനെ പോലെ മതഭീകരത കൊണ്ട് നടക്കുന്ന ഒരു സത്യത്തിൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റിന്റെ പേര് പലപ്പോഴും ഒരു കാര്യത്തിനുമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. അദ്ദേഹം ഒരു ഡമ്മിയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഈ മതഭരണകൂടത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് എപ്പോൾ തോന്നിയാൽ ഇത് എവിടെ കൊണ്ടുപോയാലും നിക്ഷേപിക്കാമല്ലോ. ഏറ്റവും അധികം മിസൈലുകളുള്ള ഒരു രാജ്യം കൂടെയാണ്. അതിനോട് ആണവ ഊർജം കൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ ഭീകരമായ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയും. അപ്പോഴും ആ ഒരു ആക്രമണം നടന്നത് ഇസ്രായേൽ തന്നെ വരുത്തി വെച്ചതല്ലേ? ഇസ്രായേൽ അല്ല, ഇറാൻ തന്നെ വരുത്തി വെച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നതിൽ നമുക്ക് ഇറാനെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക്. കാരണം ഇസ്രായേൽ കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ എങ്ങനെ അടിക്കുന്നത്? ഇസ്രായേൽ അടിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക പറഞ്ഞത് ഇറാൻ കേൾക്കാതിരിക്കുന്ന സമയത്ത് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞ് അടിക്കണം അവനെന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചു. പക്ഷേ ആ അടിയിൽ ഇറാൻ വീണില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിന് നല്ല പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്നത്. മറ്റിടങ്ങളിൽ പോയി അവരാക്രമിച്ച മാതിരിയല്ല ഇറാനിൽ പോയി ആക്രമിച്ച സമയത്ത് ഇസ്രായേലിന് അനുഭവപ്പെട്ടത്. അത്ര ഗുണകരമായിരുന്നില്ല. അങ്ങനെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ പരിക്കേൽക്കും എന്ന് കരുതി അവരെന്ത് ചെയ്തു? അവസാനം പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മതരാഷ്ട്രത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വർഗീയതമായി റിലേറ്റഡാണ്. മതരാഷ്ട്രത്തിൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും ഗുണകരമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ലോകത്തിന് അങ്ങനെ പ്രത്യേക വ്യവസ്ഥകളില്ലാതെ ഓരോരുത്തരും ഓരോ രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ലോക പോലീസുകാരൻ അമേരിക്ക നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകും. ലോകത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണം, അത് വ്യവസ്ഥ അനുസരിച്ചും നീതി അനുസരിച്ചും ഒക്കെ ആകണം എന്ന് പൊതുവായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് ഇന്നത്തെ ലോകത്തിന് അഭിമാനിക്കാനായിട്ട് കഴിയില്ല. അത് ഇസ്രായേലിൻ്റെ കാര്യത്തിലായാലും ഹമാസിൻ്റെ കാര്യത്തിലായാലും ഉക്രൈൻ്റെ കാര്യത്തിലായാലും റഷ്യയുടെ കാര്യത്തിലായാലും ഒക്കെ, അതുപോലെ തന്നെ ഹൂതികൾ, ഹിസ്ബുള്ള, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. വളരെ ഭീകരമായ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ. ഇവരൊക്കെയൊന്നും കാര്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലല്ല ലോകത്തിൻ്റെ ഇപ്പോഴത്തെ വ്യവസ്ഥ എന്നുള്ളത്
നമുക്ക് സങ്കടം നൽകുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.